പറയടാ ആയിത്തേട്ടനാടാ. പ്രിയ അങ്ങോട്ട് വന്നു. അവളിപ്പോ അങ്ങോട്ട് കയറി പോകുന്നുണ്ടല്ലോ. ചേട്ടാ, ചേട്ടന്റെ ഭാര്യയുടെ അടുത്ത് പറയണം എനിക്ക് ഭ്രാന്തില്ലാന്ന്. ഇതേ അല്ല, ചേട്ടന്റെ ഭാര്യ പറയാണ് പ്രിയയുടെ അടുത്ത് എന്നെ കൊണ്ട് കൗൺസിലിംഗ് ചെയ്യാൻ. ആര് ധന്യോ? സംശയം ഉണ്ടെങ്കിൽ ചേട്ടൻ ഒന്ന് ഇപ്പൊ കിച്ചണിൽ കയറി, അവിടെ ചർച്ച എന്നെ കുറിച്ചായിരിക്കും. എടാ, ഈ ആയിത്തേട്ടന് അടുക്കളപ്പുറത്ത് പോയി പെണ്ണുങ്ങളുടെ വർത്താനം കേൾക്കാൻ താല്പര്യമില്ല എന്ന് നിനക്കറിയില്ലേ? നിനക്ക് എത്ര സംശയമാണെങ്കിൽ നീ വന്നു കേട്ടോ. ചേട്ടാ, എനിക്കാരെ സംശയമില്ല, ഞാൻ ഒരു സംശയരോഗിയല്ല. എന്റെ ഭാര്യ നിന്റെ ഭാര്യയെ ഉപദേശിക്കുന്നു എന്നുള്ളത് നിന്റെ സംശയമല്ലേ? സംശയമല്ല, അതിനുള്ള തെളിവാണ്. ചേട്ടൻ ഒന്ന് അങ്ങോട്ട് ചെന്ന് നോക്ക്. എനിക്ക് വീട്ടിൽ കയറിയ ഒരു മനസ്സമാനവും ഇല്ല. ചേട്ടന്റെ ഭാര്യയുടെ ഉപദേശം കേട്ട് അവള് ഫുൾ ടൈം എന്റെ തോളി കയറുക. നീ ഫോൺ കട്ട് ചെയ്യണ്ട. നിന്റെ ആ സംശയം ഞാൻ മാറ്റിത്തരാം. ചേച്ചിക്ക് അറിയാത്തോണ്ടാ ഒരു കാര്യമില്ലാതെ മെക്കിട്ട് കയറും. എനിക്കാണെ നല്ല മൈഗ്രെയിനും അതിൻ്റെ ഇടയ്ക്കാ. ഞാനാണെ ഉറങ്ങിയിട്ടേ ഇല്ല. എന്നിട്ട് ഒന്നും പറയണ്ടേ ചേച്ചി. ഇന്നലെ രാത്രി എവിടെ നിന്നെങ്ങാണ്ടോ എന്തോ ചീഞ്ഞ സാധനവും വലിച്ചു കയറ്റിക്കൊണ്ട് എൻ്റെ മേത്ത് കയറാൻ വന്നു. ഞാൻ സമ്മതിച്ചില്ല. അതിൻ്റെ ഇളക്കോ അവിടെ കിടന്ന് തുള്ളുന്നുണ്ട്. ചേച്ചി, എനിക്കിതൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം എൻ്റെ മൈൻഡ് സെറ്റാവണം. അങ്ങേർക്ക് മൈൻഡ് സെറ്റാവണമെങ്കിൽ കാര്യം നടക്കണം. സ്വന്തം കാര്യം കഴിഞ്ഞ് എണീറ്റ് പോവുകയും ചെയ്യും. സ്ഥിരം ഇതന്നെ പരിപാടി. അപ്പൊ പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കുന്നത്? സ്വയം സന്തോഷിപ്പിക്കാനുള്ള കഴിവ് കൂടി സൃഷ്ടാവൻ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഞാനത് ഹാപ്പിയാ. അത് തന്നെ സെൽഫി. മാഡം കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്തോളൂ, ഞാൻ വിളിക്കാം. ഈ സൃഷ്ടാവും സെൽഫിയും അതെന്തോന്നാ? ആ ആ ആ നീ എപ്പോഴാ ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയത്? എപ്പോഴാന്നൊക്കെ ചോദിച്ചാ ചെറുപ്പത്തിൽ എപ്പോഴോ തപ്പി പിടിച്ച് കണ്ടെത്തിയതാ. ഞാൻ ഈ അടുത്ത കാലത്ത് ഇതിനെ കുറിച്ചൊക്കെ അറിഞ്ഞ. ഈ അടുത്തോ? പ്രിയക്കറിയാമല്ലോ, എനിക്ക് ആങ്സൈറ്റിയും സ്ട്രെസ്സൊക്കെ കുറച്ച് കൂടുതലാണ്. കുറേ കാലമായിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഉറക്കമൊന്നും അങ്ങ് ശരിയാവുന്നില്ല. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഒരാളോട് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഈ ടോപ്പിക്കിലെത്തി. ഭയങ്കര സ്ട്രെസ്സൊക്കെ ഉള്ളപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആവാൻ നല്ലതാ. ആരാ പറഞ്ഞേ? കൗൺസിൽ ചെയ്യുന്ന ആളാ? അല്ല, പിന്നെ നമ്മുടെ ഉണ്ണിയേട്ടൻ. ഉണ്ണിയേട്ടനോ? ആ, നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? അങ്ങനെ സംസാരിച്ചതല്ല. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആളുടെ കാര്യങ്ങൾ പറഞ്ഞു. ഈ എക്സസൈസ്, തെറാപ്പി അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഈ വിഷയത്തിലോട്ട് വന്നതേ ഉള്ളൂ. സത്യത്തിൽ എന്നോട് ഇത്ര ഓപ്പണായി ആദ്യമായിട്ടാണ് ഒരാൾ സംസാരിക്കുന്നത്. നമ്മൾ തന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇപ്പോഴല്ലേ. നമ്മുടെ വീട്ടുകാരോ കൂട്ടുകാരോ ടീച്ചർമാരോ ഒന്നും നമ്മളോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ. അതൊക്കെ ശരി തന്നെ ചേച്ചി. പക്ഷെ വേറെ എന്തെങ്കിലും ഉദ്ദേശമായിരിക്കോ? എന്തുദ്ദേശം? ദേ, കൊടുത്തിട്ട് വരാം. വിവേക. പറയടാ, നിന്റെ സംശയമൊക്കെ മാറിയോ? ആയിത്തേട്ട, എന്റെ സംശയം അവിടെ നിൽക്കട്ടെ.
ഞാൻ ഒരു സാധനം വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. അത് കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കും. ശരിടാ. ആ ഓക്കെ. ആ ഭയങ്കര സ്ട്രെസ് ഒക്കെ ഉള്ളപ്പോ ഒന്ന് റിലാക്സ്ഡ് ആവാൻ നല്ലതാ. ആരാ പറഞ്ഞേ? കൗൺസിൽ ചെയ്യുന്ന ആളാ? അല്ല, പിന്നെ നമ്മുടെ ഉണ്ണിയേട്ടൻ. ഉണ്ണിയേട്ടനോ? ആ, നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ? നിങ്ങളെ പെണ്ണുങ്ങളോടൊപ്പം പിടിച്ചാലല്ലേ നാണക്കേടുന്നു. ബുക്ക് വയ്ക്കാൻ വന്ന പെൺകൊച്ചിനും മറ്റേ 2 മിനിറ്റ് വളർത്തിയില്ലാതെ അയച്ചേട്ടാ. സാർ പറ, അടി കൊടുക്കേണ്ട കേസല്ലേ ഇത്? നീ ഇറങ്ങി പുറത്തോട്ടിരിക്കണം. എടോ വിനോദേ, അവൻ്റെ മൊബൈലിൽ നിന്ന് വോയിസ് ക്ലിപ്പ് ഇങ്ങോട്ട് വാട്സപ്പ് ചെയ്തേര്. ശരി സർ. ആ ഒരുമാതിരി കൊട്ടയിലും കൊള്ളില്ല, കോത്താഴത്തും കൊള്ളാത്ത പരിപാടിയാണ്. എന്ത് തോന്നുന്നു? വളരെ വിജ്ഞാനപ്രദമായ ഒരു ചർച്ചയായി തോന്നി സാർ. സാറേ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇതിൽ ഒഫൻസ് എവിടെയാണ്? 2 സ്ത്രീകൾ തമ്മിലുള്ള സംസാരമാണ്. അത് റെക്കോർഡ് ചെയ്ത് കേട്ട 3ാമത്തെ ആള് ഒഫൻഡഡ് ആയി അയാൾ പോയി അക്രമം കാണിച്ചു. ആവുമല്ലോ, ഒഫൻഡഡ് ആവണ്ടേ? ഈ 3ാമത്തെ ആൾ അവളുടെ ഭർത്താവല്ലേ സാറേ? അന്യൻ്റെ ഭാര്യയോട് പറയേണ്ട ഭർത്താനാണ് സാറേ അയാൾ പറഞ്ഞത്. ചുമ്മാ ഒരുത്തും കയറി ഒരു പെണ്ണോട് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലേ അവൻ്റെ ഉദ്ദേശം വ്യക്തമല്ലേ സാറേ? എന്തുദ്ദേശം സർ? നിങ്ങൾ ആൺസുഹൃത്തുക്കൾ കുടുംബം ഇതൊക്കെ സംസാരിക്കാറില്ലേ? അവര് സുഹൃത്തുക്കളല്ലേ? 2 പേര് തമ്മിൽ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലെന്ന് നിയമമൊന്നുമില്ലല്ലോ. എന്ന് കരുതിയ സ്ത്രീയോട് ഇങ്ങനെയൊക്കെയാണ് സാറേ സംസാരിക്കുന്നത്? അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചോളാം. മായ അവരെ ഇങ്ങോട്ട് വിളിക്കും. ഓക്കെ സർ. സാറേ, പിന്നെ സെയിൽസ് ഗേളിനെ ഇനി നിർത്തേണ്ട കാര്യമുണ്ടോ? ആ വിട്ടാലേ, ഡീറ്റെയിൽസ് ഒക്കെ എഴുതി മേടിച്ചോണം. സാർ, ഞാനൊരു വോയിസ് ക്ലിപ്പ് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. സാർ അതൊന്ന് കേൾക്കണേ, എന്നിട്ട് റിപ്ലൈ തരണം. കുറച്ച് കോംപ്ലിക്കേറ്റഡാ. ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. മാഡം ഒന്ന് വരൂ. നിങ്ങളെ ഡീറ്റെയിൽസ് എഴുതി കൊടുത്തിട്ട് പോക്കോ. ആ ശരി. എടാ നീ ഇവിടെ നിൽക്കും, ഞാൻ പോയിട്ട്. സാറേ വെയിറ്റ് ചെയ്യും. ഓ നമ്മളെ ഇവിടെ എന്നിട്ട് കാര്യമില്ല. വന്നേ, അതോട് പോയി നോക്കാം. വാ. സാറേ, ഞങ്ങളുടെ കാര്യം ശ്രീകുമാരുണ്ണി വാ. ഉപദേശിക്കാണെന്ന് കരുതരുത്. കുട്ടിയും കുടുംബമൊക്കെ ഉള്ളതല്ലേ. ഈ പരാതിയായിട്ട് മുന്നോട്ട് പോണോ? ആ ഏതായാലും എസ് ഐ വിളിക്കുന്നുണ്ട്, ചെല്ല്. സാറേ, എന്തെങ്കിലും ഒരു വഴി. നടപടി ആവില്ലടോ. എങ്ങനെയും ഒന്ന് ശരിയാക്കി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ. സാറേ. CA സാർ സ്ഥലത്തില്ല, വന്നിട്ട് നോക്കാം. ഏതായാലും എഴുതി കൊടുത്തിട്ട് പോയിക്കോ. അമ്മ വന്നേ, നമുക്ക് പോവാം. എന്തായാലും എസ് ഐ സാറിനെ കണ്ടിട്ട് പോവാ. വായോ. ദേ ഇത് കണ്ടോ, ഈ കൊച്ചുകുളപ്പം കാലത്ത് എനിക്ക് എന്തായിരുന്നു ഇവിടെ പരിപാടി? സാറേ, ഇത് എൻ്റെ നൈബറാണ്. അവരുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ കഴിഞ്ഞപ്പോൾ ഒരു സ്പെയർ സിലിണ്ടറിന് വേണ്ടി എന്നെ വിളിച്ചപ്പോൾ പോയതാണ്. ഓക്കെ. അപ്പോൾ ഇതോ? സാർ, ഇത് എൻ്റെ ഫ്രണ്ട് ജെയ്സിയാണ്. അവിടെ ഒരു ആനിവേഴ്സറി ഫംഗ്ഷൻ ആണെങ്കിൽ അവർക്കൊരു കോക്ടെയിൽ കഴിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ഉണ്ണി അത്ര നല്ലവനായ ഉണ്ണിയാണെന്ന് എനിക്ക് അവിടെ തോന്നുന്നില്ല ഉണ്ണിയെ. സാർ, ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നതല്ല, ഒരു പരാതി തരാമെന്ന. സാറിന് എഫ്ഐആർ ഇടാൻ പറ്റുകയാണെങ്കിൽ എഫ്ഐആർ ഇടും. തൻ്റെ പരാതി ഞാൻ എഫ്ഐആർ ഇടാം, പ്രതിരുമാനല്ലോ. പക്ഷേ ആ സ്ത്രീയുടെ പരാതിയിൽ തൻ്റെ പേരിലും കൂടെ ഞാൻ എഫ്ഐആർ ഇടും. സെക്ഷൻ 354 IPC. അവരെ കൊണ്ട്
മജിസ്ട്രേറ്റിന് വേണ്ടി രഹസ്യ മൊഴിയും കൊടുപ്പിക്കും. അതോടെ എൻ്റെ ഉണ്ണിയുടെ കാര്യത്തിലൊരു തീരുമാനമാവും. അത് ഈ തെറ്റും ശരിയൊക്കെ കോടതി തീരുമാനിക്കട്ടെ സാർ. സാറിൻ്റെ പണി ഞാൻ നോക്ക്. ഇതാ പരാതി. FIR ഇടാൻ പറ്റുകയാണെങ്കിൽ FIR ഇടാം. എന്താ മാഡം, എന്തെങ്കിലും പരാതിയോട്ട് വന്നാണോ? അവിടെ ഒരു ജാട. സാറേ, ആ അതെന്താ സാറേ കേസ്? മാഡത്തിനെ ഇച്ചിരി സ്ട്രെസ്സിൻ്റെ അസുഖമുണ്ട്. മാഡും ഹസ്ബൻഡും തമ്മിൽ അത്ര വർക്കല്ല. അപ്പോൾ അയലത്തെ ചേട്ടൻ ദേ ആ നിൽക്കുന്ന പുള്ളി മാഡത്തിനെ സ്ട്രെസ് മാറാൻ ഒരു ഒറ്റമൂലി കൊടുത്തു. മാഡത്തിനത് വർക്കായി, പക്ഷേ ഹസ്ബൻഡിന് വർക്കായില്ല. പുള്ളിക്ക് സ്ട്രെസ് കൂടി. എന്താ ഒറ്റമൂലി? എന്നിട്ട് എന്താവാനാ, അവരുടെ ഹസ്ബൻഡ് ഇയാളെ വീട്ടിൽ കയറി പൂശി. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഒരിക്കൽ അതിനകത്ത് കയറി ഇറങ്ങിപ്പോവാൻ വലിയ പാടാ. വാ മേങ്ങ. പോട്ടെ സാറേ. സാറിന് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. അനാവശ്യമായി തടങ്കൽ വെച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകനെ വിട്ടുകിട്ടണം. എന്തായാലും പ്രതിയെ ഇന്ന് വിട്ടുതരാൻ കഴിയില്ല. ഒന്നാമത് SHO ഇന്ന് സ്ഥലത്തില്ല. നാളെ ഇയാളെ കോടതി ഹാജരാക്കും. അപ്പൊ നിങ്ങൾക്ക് ജാമ്യത്തിലെടുക്കാം. അതുകൊണ്ട് സമാനമായിട്ട് പിരിഞ്ഞു പോകാൻ നോക്കേ. സാറേ, ഞങ്ങൾ ഇവനെ കൊണ്ട് ഹലോ സാർ, ആ പാർട്ടിക്കാർ മാർച്ചായിട്ട് വന്ന് ഇവിടെ അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാർ. സാറൊന്ന് പെട്ടെന്ന് വരുമോ സാർ? പ്രഷർ കുക്കറിലിട്ട് 4 വിസിലാവുമ്പോൾ എടുത്തു. നല്ല ടേസ്റ്റ് ആയിരിക്കും. കഴിച്ചിട്ടൊന്ന് വിളിക്കണേ. ഇതിനില്ല ഞാൻ പറഞ്ഞത്. അയ്യടാ, ഈ ചവിട്ടിത്തേപ്പിന് മാത്രം ഒരു കുറവുമില്ല. ഇതുപോലെ 2 സ്റ്റെപ്പ് ആഞ്ഞു പിടിച്ചായിരുന്നെങ്കിൽ ആ ഓടിപ്പോയന്മാരെ പിടിക്കായിരുന്നു. തനിക്ക് പെൻഷൻ ഒന്നും മേടിക്കണ്ടേടോ. ആ സമയത്തെ CCTVയുടെ ഒരു ബാക്കപ്പ് എടുക്കണം സാർ. അതിൽ കണ്ടാൽ അറിയാവുന്ന ഒരു ഡീറ്റെയിൽസ് എടുത്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു FIR ഇടണം. ഞാൻ പറഞ്ഞു വല്ലതും മനസ്സിലായോ? എന്നാ സാറിനൊന്ന് പറയാം. യെസ്, SP-യുടെ ഫോണായിരിക്കും. 4 പ്രാവശ്യം വിളിച്ചായിരുന്നു. ഇനി അദ്ദേഹത്തോട് ഞാൻ എന്ത് മറുപടി പറയൂടൂ?
സാർ വിളിക്കുന്നു. ഇനിയെങ്കിലും ഇതിൽ നിന്നൊന്നും ഊരി പോകാൻ പറ്റുമോ? ഇവന്മാരിട്ട് ചവിട്ടുന്ന SP വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. സാർ, ഈ മേഡത്തെ അയൽവാസി കട്ട് ചെയ്തു എന്ന് ഇവർ കൂട്ടുകാരോട് പറഞ്ഞത് ഇവരുടെ ഹസ്ബൻഡ് കേൾക്കാനിടയായി. ഹസ്ബൻഡ് അയൽവാസി ശ്രീകുമാരനെ വീട്ടിൽ കയറി തല്ലി. ഈ പറഞ്ഞത് ശരിയാണോ? അയാൾക്കെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ? സർ, ഞാൻ ഹേർട്ടായിരുന്നു. അതിൻ്റെ പേരിൽ അയാളെ പോയി തല്ലാനോ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വിഷയത്തിൽ മാഡത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നാണോ? അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവത്താണോ നിങ്ങളുടെ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ അയാൾ എന്നോട് സംസാരിക്കുമ്പോഴോ ആ കാര്യം ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറയുമ്പോഴോ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ കൂട്ടുകാരിയോട് വളരെ പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ അറിയാതെ റെക്കോർഡ് ചെയ്ത് ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വന്നവരെയും പോയവരെയും കേൾപ്പിച്ച് എന്നെ അപമാനിക്കുന്ന തരത്തിൽ പോലീസുകാരടക്കമുള്ളവരുടെ നോട്ടവും വർത്തമാനവും ചിരിയും കണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായി സാർ. എന്നെ ഇപ്പോഴും എന്തിനാ അവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ചോദിക്കേണ്ടത് നിങ്ങളുടെ ഭർത്താവിനോടാണ്. പോലീസുകാരും നിങ്ങളുടെ അന്തപ്പുരത്തിൽ കയറാൻ വന്നിട്ടില്ല. നിങ്ങളുടെ ഭർത്താവിനാണ് നിങ്ങളെ സംശയം. പോക്കിരിത്തരവും കാണിച്ച് SP വരെ വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ ഒത്തീർപ്പ് വേണം പോലും. പരാതി എന്തെങ്കിലും ഉണ്ട് പറ, റിമാൻഡ് ഒഴിവാക്കാൻ നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോവാം. നിങ്ങളെ വിളിച്ചേ? നിങ്ങൾ പുറത്തു നിന്നേ. സാർ, ബുദ്ധിമുട്ടാവില്ല, ഞാൻ എൻ്റെ പരാതി പിൻവലിക്കാൻ തയ്യാറാണ്. എന്ത് പറ്റി? പേടിച്ച് പിൻവലിക്കുകയാണോ? അല്ല സാർ, എൻ്റെ പരാതിയുടെ പേരിൽ സാർമാരിനെ അധികാരം പേടിപ്പിക്കണ്ട. എനിക്ക് പരാതിയില്ല സാർ. പിന്നെ എന്തിനാണോ പിന്നെ നിർത്തടോ. അയാൾക്കില്ലാത്ത പരാതി നമുക്കെന്തിനാടോ? ഇയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിച്ചിട്ട് വിട്ടേക്ക്. സാർ ചെല്ല പാടോ.